ഹായ് ഫ്രണ്ട്സ്, മല്ലു ടെക്കീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലിക്കർ ഫ്ലാഷിംഗ് വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീൽസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ബട്ടൺ കാണാൻ സാധിക്കും. അത് ഈ സേവ് എന്നുള്ളത് അൺസേവ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അൺസേവ് എന്ന് കാണിച്ചത്. അപ്പോൾ ഈ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഈ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കണം സാധിക്കും. അതിന് ഈ സെർച്ച് എഞ്ചിനുണ്ട്, അവിടെ ഫ്ലിക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്ലിക്കർ സ്പെല്ലിങ് തെറ്റരുത്, ഫ്ലിക്കർ എന്നതാണ് കറക്റ്റ് CKER ആണ്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഫ്ലിക്കർ ഫ്ലാഷിംഗ് വീഡിയോ ആണെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ സേവ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സേവ് ആക്കി ഓൾറെഡി സേവ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ സേവ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളറാവും. അപ്പോൾ നമ്മുടെ എഫക്റ്റ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. സേവ് ചെയ്തതിന് ശേഷം ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം നമ്മൾ സ്റ്റോറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്റ്റോറി എടുക്കുക. സ്റ്റോറിയുടെ ഭാഗം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫോട്ടോ, നിങ്ങൾക്ക് വേണ്ട ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാണ്. ഞാനൊരു ബൈക്കിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈക്കിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഫക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ 3 സ്റ്റാർ കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സേവ് ചെയ്ത ആ ഫ്ലിക്കർ ഫ്ലാഷിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് അവിടെ ഓൾറെഡി ഫസ്റ്റ് തന്നെ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ സേവ് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് വേറെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ എഫക്റ്റ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ വൈറ്റ് ബ്ലൂ കളറിൽ ഇവിടെ ഇത് ആനിമേഷൻ വരുന്നത് കാണാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ഒരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാനുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു സൈഡിലേക്ക് എന്തെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ ഗാലറിക്കകത്തുള്ള ഒരു ഫോട്ടോ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അത് വിരൽ കൊണ്ട് നമ്മൾ സൂം ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേവിൽ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ എന്നുള്ള സാധനത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ 3 വര കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സേവ്ഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ റീൽസ് സേവ് ചെയ്തതാണ്. നമുക്ക് അതിൻ്റെ സോങ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. റീൽസിൻ്റെ അതിന് ക്ലിക്ക് ചെയ്ത് വന്നതിന് ശേഷം താഴെ ഇവിടെ സോങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതിൽ കൊടുക്കുമ്പോഴത്തേക്ക് ട്രൈ ദിസ് ആഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറിക്കകത്തുനിന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സോങ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.